ഹായ് ഗൈസ്, ഞങ്ങളൊരു ചായക്കടി ഉണ്ടാക്കാൻ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരൊറ്റ ചേരുവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചായക്കടി അഥവാ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തുമാത്രം റവ എടുക്കുന്നു ആ സെയിം അളവിൽ തന്നെ വെള്ളം എടുത്ത് വയ്ക്കുക. ഞാനൊരു അരക്കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കാണ് രണ്ടും എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരല്പം കുറച്ചിട്ടാൽ മതി, കാരണം ലാസ്റ്റ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ മുകളിലൂടെ ഉപ്പ് വിതറുന്നുണ്ട്. ഇനി ഇത് വെള്ളം നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഞാൻ റവ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവിനൊക്കെ വേവിക്കുന്ന കണക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലൂടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കണക്ക് നമുക്ക് സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് ബോൾസ് ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ആ പരുവത്തിന് നമുക്കിതൊന്ന് കുഴിച്ചെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഒരുപാട് വലുപ്പമാവരുത്, ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഞാൻ മൊത്തം ഉരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ബോൾസ് ഇട്ട് കൊടുക്കാൻ. ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എണ്ണ അനക്കി കൊടുക്കുകയും ചെയ്യാവുള്ളൂ. ഉടനെ ഇളക്കുകയും ചെയ്യരുത്. സ്പൂണിട്ട് അല്പം നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് അനക്കി കൊടുക്കുകയും ചെയ്യാവുള്ളൂ. ഞാൻ ആദ്യമേ ഒന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കി, അപ്പം ചെറുതായിട്ട് പൊടിയുന്ന കണക്കായി. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇളക്കിയില്ല. പിന്നെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് അനക്കി കൊടുത്തതേ ഉള്ളൂ. ഇതിപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊന്ന് അനക്കി കൊടുത്താൽ മതി. ഇവിടെ അല്പം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആയി വരുന്നുണ്ട്. ഇനി ഒരല്പം കൂടി കളർ മാറുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. ഞാനിതിവിടെ കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരല്പം ഉപ്പും മുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം. ഞാനിവിടെ ഉപ്പും മുളക് പൊടിയെല്ലാം വിതറി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കഴിച്ചു നോക്കണേ. റെസിപ്പി ആയിട്ട് കിട്ടുവേ. എല്ലാവരും നിങ്ങൾക്കും കഴിക്കാൻ ഒരു നല്ല ആയെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ.